ഷാർജയിലെ വീട്ടിൽ കൊല്ലം കേരളാപുരം സ്വദേശിനിയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഗുരുതരാരോപണവുമായി അമ്മ ശൈലജ. മകൾ വിഭജികയെ ഭർത്താവ് നിതീഷും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് അമ്മയുടെ പരാതി. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും വീട്ടുകാരും കൊല്ലാക്കൊല ചെയ്തുവെന്ന് വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ. എൻ്റെ കുഞ്ഞിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവൻ്റെ പെങ്ങളും അച്ഛനും അവനും കൂടെ പീഡിപ്പിച്ചതാ. എൻ്റെ മക്കളെ മോളെ കാതകികളെ അവനെയും അവളെയും അവൻ്റെ പെങ്ങളെയും ഈ നാട്ടിലെത്തിച്ച് കോടതി അങ്ങേ അറ്റത്തെ കോടതി നിശ്ചയിക്കുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കണം. വിഭജികയും 1.25 വയസ്സുള്ള മകളെയും ഒരേ കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. ഷാർജയിൽ വെച്ച് ഭർത്താവ് നിതീഷും വീട്ടുകാരും ചേർന്ന് വിഭജികയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച വിവരങ്ങളെല്ലാം ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി പറയുന്നു. ഭർത്താവിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് മകളുമായി നാട്ടിൽ വരാൻ ശ്രമിച്ച വിഭജികയെ നിതീഷ് തടഞ്ഞുവെന്ന് അമ്മ പറയുന്നു. എൻ്റെ മോൾ ഈ കള്ളം തെളിയിക്കുമെന്ന് വിചാരിച്ചായിരിക്കും അവൻ എൻ്റെ മോളെ നാട്ടിൽ വിടാഞ്ഞ്. എൻ്റെ മോള് പറഞ്ഞു എന്നെ കാരണം ഒരു 4 ദിവസത്തേക്ക് ഞാൻ വീട്ടിൽ പോകാനാന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ ചെന്ന് ID നോക്കുമ്പോൾ ആ IDയും സ്വർണ്ണങ്ങളും എല്ലാം വാരി നേരത്തെ മോട്ടിച്ചോണ്ട് പോയി കളഞ്ഞ്. എൻ്റെ കുഞ്ഞ് അറിഞ്ഞില്ല. അവൻ്റെ ഈ കള്ളത്തരങ്ങൾ നാട്ടിൽ വന്ന് പറയുമെന്ന് പേടിച്ചിട്ടല്ലേ മോളെ ആ കുഞ്ഞിൻ്റെ ID കൊടുക്കാഞ്ഞത്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുള്ള വിഭജികയുടെ ചിത്രങ്ങളും കുടുംബത്തിന് ലഭിച്ചു. മൃതദേഹം നാട്ടിലെത്തിച്ചാൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനാണ് കുടുംബത്തിന്റെ നീക്കം. രണ്ടുപേരുടെയും ബോഡി കമ്പൽസറി ആയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. ആ മരണത്തിലുള്ള ദുരൂഹത നീക്കണമെങ്കിൽ ഇവിടെ റീപോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നിതീഷിനും കുടുംബത്തിനുമെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് വിഭജികയുടെ കുടുംബം. മീഡിയ 1 കൊല്ലം.